പത്തനംതിട്ട തട്ട പാറക്കരയിലെ പുലിഭീതി ഒഴിയുന്നു. മേഖലയിൽ കണ്ടത് പുലിയല്ല കാട്ടുപൂച്ചയാണ് എന്ന് വനം വകുപ്പ് ഉറപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പ്രദേശത്തെ നാട്ടുകാർ ഭീതിയിലായിരുന്നു. വിവരങ്ങളുമായി CK അഭിലാൽ ചേർന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പുലിഭീതി ഒഴിയുന്നു എന്ന് പൂർണ്ണമായും പറയാമോ? ഇപ്പോൾ കണ്ടത് കാട്ടുപൂച്ചയാണെങ്കിൽ പോലും പ്രദേശത്ത് വന്യജീവികൾ നിരവധിയായി വരുന്നൊരു മേഖലയല്ലേ? പത്തനംതിട്ട ജില്ലയുടെ ആകെ വിസ്തൃതി കണക്കിലെടുത്താൽ തന്നെ പകുതിയിലധികവും വനമേഖലയാണ്. അങ്ങനെയാണ് മലയോര ജില്ല എന്നുള്ള ഒരു വിശേഷണം കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും വനാതിർത്തി പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വന്യജീവികൾ എത്തുന്നത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പത്തനംതിട്ട തട്ട പാറക്കര മേഖല എന്നുള്ളത് വനമേഖലയിൽ നിന്ന് ഏറെക്കുറെ 60 കിലോമീറ്റർ ഉള്ളിൽ വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ പാറക്കരയിൽ കൗസ്തുഭം വീട്ടിൽ അനന്തകൃഷ്ണൻ്റെ വീടിന് മുൻവശത്തു കൂടി കടന്നു പോകുന്ന റോഡിലൂടെയാണ് ഈ വന്യജീവി കടന്നുപോയത്. ഏറെക്കുറെ ഇന്നലെ വൈകുന്നേരം 7:15 കൂടിയാണ് ഈ സംഭവം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വന്യജീവിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ കട്ട് ചെയ്തെടുത്ത് പ്രാദേശികമായ ഗ്രൂപ്പുകളിൽ പ്രദേശവാസികൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള തരത്തിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു. ഒപ്പം തന്നെ വനം വകുപ്പിനെയും പോലീസുകാരെയും അറിയിച്ചു. ഈ ദൃശ്യങ്ങൾ കിട്ടിയവരൊക്കെ തന്നെ പുലി നാട്ടിലിറങ്ങി എന്നുള്ള തരത്തിൽ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ദൃശ്യങ്ങൾ പങ്കുവച്ചു. അങ്ങനെ ആ മേഖലയാകെ രാത്രിയിൽ ഭീതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ പ്രദേശവാസികളൊക്കെ തന്നെ വീടിനുള്ളിൽ അടച്ചിട്ടിരുന്ന ഒരു രാത്രി പുലരുമ്പോഴാണ് പുലിയല്ല എത്തിയത്, കാട്ടുപൂച്ചയാണെന്നുള്ളതിൻ്റെ സ്ഥിരീകരണം വരുന്നത്. എന്തായാലും വനം വകുപ്പ് ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു. പൂച്ചയേക്കാൾ സാധാരണയിൽ വലുപ്പമുള്ള ഒരു ജീവി, ഒപ്പം തന്നെ നീളം അതിലധികവുമുണ്ട്. അങ്ങനെ അതാണ് ഇതൊരു ചെറിയ പുലിയാണ് എന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ സംശയിക്കാനുള്ള കാരണമായി മാറിയത്. എന്തായാലും വനം വകുപ്പ് ഈ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്നും പുലി അല്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട്. കാട്ടുപൂച്ചയാണ് മേഖലയിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. പോലീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു. രാത്രിയിൽ ആ മേഖലയിൽ വനം വകുപ്പും പോലീസും പരിശോധന നടത്തി. ചുരുക്കത്തിൽ ഭീതിജനകമായ യാതൊരു സാഹചര്യവുമില്ല. ഒരുപക്ഷെ ഇറങ്ങിയത് കാട്ടുപൂച്ചയാണ് എന്ന് തന്നെയാണ് വനം വകുപ്പും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ഉറപ്പിക്കുന്നത്. ശരി അഭിലാൽ, ഏതായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കും പുലിയാണോ എന്നൊരു സംശയമൊക്കെ തോന്നും.